ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ജിങ്ഷി ഹുവാനും കൂടെ സെറ്റായി കാണും. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും എപ്പോഴെങ്കിലും റൊമാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജിങ്ഷിയുടെ അമ്മ എന്നുടനെ നൈസിന് ഇവർ രണ്ടുപേരും അവരുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ചുമ്മാ നാടകം കളിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇത് മനസ്സിലാക്കുന്ന ജിങ്ഷിയുടെ അമ്മയാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവന് സത്യത്തിൽ ഹുവാൻ ഇഷ്ടമാണ്, എങ്കിൽ പിന്നെ റെസ്പോൺസിബിലിറ്റിയോടെ അവളെ നോക്കിക്കോണം പറയും. അപ്പോഴാണ് ഇവനാണ് ഷോക്കായിട്ട് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ ഇവന്റെ അമ്മയും പിന്നെ കണ്ടാൽ തന്നെ ഇതൊക്കെ മനസ്സിലാത്തില്ലെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവരിങ്ങനെ സെറ്റായാലും ഇവിടെ ശീശി സോങ്ങും തമ്മിൽ ഇന്നലെ ഒരു ബ്രേക്കപ്പ് പോലെ ഒരു സംസാരം വന്നായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ശീശി പെട്ടെന്ന് അവളുടെ അമ്മയെ ഫോൺ വിളിച്ച് അവളുടെ അമ്മ പറഞ്ഞ പോലെ ഇവള് വിദേശത്ത് പഠിക്കാൻ തയ്യാറാന്ന് പറയും. അങ്ങനെ അതിനുശേഷം സോങ്ങിനോട് ഈ കാര്യം പറയാൻ വേണ്ടി അവനെ നേരിട്ടാണെന്ന് അറിഞ്ഞ് അവന് മെസ്സേജ് ഇട്ടേക്കും. ഇതേ സമയം ഇവിടെ ഹുവാനും വീട്ടിൽ അവളുടെ അച്ഛനമ്മയും കൂടെ പുറത്തേക്ക് പോയേക്കോന്ന് അറിഞ്ഞ് ഇവള് ജിങ്ഷിയുടെ വീട്ടിലേക്ക് വരുമ്പം അവനെങ്കിൽ പിന്നെ അവരിപ്പോഴെങ്കിലും തിരിച്ചെടുത്തില്ലും ജയിക്കും. അപ്പോഴാണ് അവളും വീട്ടിൽ ചുമ്മാ ഇരുന്ന് ബോറടിക്കാന്ന് പറഞ്ഞിട്ട് ഇവ രണ്ട് ചുമ്മാ സംസാരിച്ചോണ്ട് പോകുമ്പം അതേസമയം ഹുവാന്റെ അച്ഛനാണ് ഫോൺ എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോഴാണ് ഇദ്ദേഹം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ജിങ്ഷി ഹുവാനും കൂടെ കിസ് ചെയ്യുന്ന കാണും. അതോടെ അവളുടെ അച്ഛനാണ് അപ്പത്തന്നെ ദേഷ്യത്തി നിങ്ങൾക്ക് എന്തോടെ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അവനായിട്ട് കുറെ കുറയും. അതിനുശേഷം അമ്മയും ചുമ്മാ പിള്ളേരെ പേടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് അച്ഛനെ സമ്മാനപ്പെടുത്താൻ നോക്കുമ്പോൾ ജിങ്ഷിയാണ് സത്യമായിട്ടും ഞാൻ ഹുവാനെ പ്രേമിക്കുമെന്ന് അറിഞ്ഞിട്ട് ഇവരുടെ ഫ്രണ്ട് തുറന്നു പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളുടെ അച്ഛനും ദേഷ്യത്തി എടാ ജിങ്ഷി, ഞാൻ എന്റെ മോൾ സുരക്ഷയായിട്ട് നോക്കിക്കോളാനാ പറഞ്ഞ, അല്ലാതെ നീ തന്നെ ഇങ്ങനെ പണി കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചു നോക്കിയില്ല. ഏതിന് അവനെ കുറെ വഴക്കുറയുമ്പോൾ അവൻ എനിക്ക് ആദ്യമൊന്നും ഈ ഫീലിങ്സ് മനസ്സിലായില്ല, പക്ഷെ സത്യത്തിൽ എനിക്ക് ഹുവാനെ ഇഷ്ടം, അതുകൊണ്ട് അവളെ ഞാൻ സുരക്ഷയായിട്ട് അവസാനം വരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അച്ഛന് പ്രോമിസ് ചെയ്യും. പക്ഷെ അദ്ദേഹമാണ് അതൊന്നും കേൾക്കാതെ എടാ ഞാനും കോളേജൊക്കെ പഠിച്ചിട്ട് വന്നേക്കുന്നത്, നിന്നെ പോലെ പിള്ളേരൊന്നും പറഞ്ഞ വാക്കിന് വില കൊടുക്കത്തില്ല, നിനക്ക് കുറച്ച് വർഷം കഴിയുമ്പോൾ വേറെ പെണ്ണിനെ അന്വേഷിക്കും, അതുകൊണ്ട് ചുമ്മാ ഇവിടെ നിന്ന് കള്ളടിച്ചോണ്ടിരിക്കണ്ട, നീ വെറും ഒരു കള്ളനാടാ, ചുമ്മാ എന്നോട് ഓരോ കാര്യം പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട. ഏതിന് അച്ഛന് ഇവന് കുറെ വഴക്കുറയുമ്പോൾ ഹുവാനെ നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് അവന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അങ്കിള് സമാധാന ശേഷം നമുക്ക് സംസാരിക്കാന്ന് പറയുമ്പോൾ നിന്നോട് സംസാരിക്കാൻ എനിക്കൊന്നില്ല, നിന്റെ അമ്മയോട് സംസാരിക്കാന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ കട്ടക്കരിപ്പിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അമ്മയാണ് ദേഷ്യത്തി നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാ, അവളൊന്ന് കൊച്ചു വെച്ചല്ലേ, കൂടാ ജിങ്ഷി നല്ല പയ്യന, ഏതിന് ഇവര് സപ്പോർട്ട് ചെയ്യുമ്പോൾ അച്ഛൻ എന്ത് നല്ല പയ്യൻ അവർ കള്ളനാന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് ഹുവാനാണ് അച്ഛൻ എന്തിനെ വെറുതെ അവനോട് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവള് ദേഷ്യത്ത് റൂമിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം അമ്മയും നിങ്ങളുടെ മോള് വളർന്നെന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ അവളൊരു പയ്യനെ സെറ്റ് ആക്കുമ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അമ്മയും കുറെ പറഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ എന്തായാലും പഠിച്ചു കഴിയുന്നവരെ ഇവൾക്കൊന്ന് ബോയ് ഫ്രണ്ട് ആണെന്ന് അറിയും. അതോടെ അമ്മയാണ് വിഷമിച്ചിട്ട് ഓ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിൽ തന്നെ നിലച്ചു നിൽക്കണം, എന്റെ പാവമോൾ ഇതുവരെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, അവള് നല്ല പയ്യനെ ചൂസ് ചെയ്തേക്കുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ റിയാക്ഷൻ വേണം തരാൻ. ഏതിന് അമ്മ അവിടെ നിന്ന് റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ അച്ഛൻ എന്റെ ഭാഗത്ത് എന്തോ തെറ്റെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഹുവാന്റെ അച്ഛനെ കുറെ ആലോചിച്ച് നോക്കിയിട്ട് രാവിലെ തന്നെ ജിങ്ഷിയുടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് ഹുവാനാണ് അവൾ മേടിച്ച് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമ്പോൾ ഇവിടെ ജിങ്ഷിയുടെ അമ്മയും കാര്യം അറിഞ്ഞിട്ട് ഞാൻ അവനെ കുറെ വഴക്കുറഞ്ഞെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാനപ്പെടുത്താൻ നോക്കും. അപ്പോഴാണ് അവളുടെ അച്ഛനും എനിക്ക് ജിങ്ഷിയോട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ അതുകൊണ്ട് അവനാണ് ഇവിടെ പേടിച്ചിരിക്കുമ്പോൾ ആദ്യം തന്നെ അവളുടെ അച്ഛനും ഇന്നലെ കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചുകൊണ്ട് ഇവനോട് സോറി പറയും. അതിനുശേഷം അവനെടുത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. മോനെ ജിങ്ഷി, എനിക്കങ്ങനെ എന്റെ മോള് വേറെ ആരെയും പ്രേമിച്ചോടൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ എന്റെ അടുത്ത് നിന്ന് എന്റെ മോള് അകന്ന പോലെയെന്ന് എനിക്ക് തോന്നി. കാരണം എന്റെ ജീവിതത്തിൽ ആകെ പ്രധാനപ്പെട്ടത് എന്റെ ഭാര്യയും മോളും കൂടെ, അതിലൊരാള് ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് പോവാന്ന് അറിഞ്ഞ ഉടനെ ഞാൻ ആ വിഷമത്തിൽ നിന്നോട് ദേഷ്യപ്പെട്ട, അവ രണ്ടുപേരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഇതൊരു അച്ഛനാകുമ്പം നിനക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഇവളുടെ അച്ഛനും പറയുമ്പം ഇത് കേട്ട് അവനും സത്യമായിട്ട് ഞാൻ ഹുവാനെ സീരിയസ് ആയിട്ട് പ്രേമിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അവൾ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളുടെ അച്ഛനും ജിങ്ഷി നിന്നെ കുറിച്ച് ഞാൻ താഴ്ചയൊന്നും വിചാരിച്ചിട്ടില്ല, പക്ഷെ ഈ പ്രായത്തിലെ പിള്ളേരെല്ലാരും കൂടെ അവരെടുത്ത തീരുമാനത്തിൽ കൂടുതലൊന്നും ഉറച്ചു നിന്നിട്ടില്ല, അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം എന്റെ ഹുവാനെ ഫ്യൂച്ചർ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇതിനെ എതിർത്ത്. പക്ഷെ ഞാനിങ്ങനെ സെൽഫിഷ് ആയിട്ടിരിക്കുന്ന മോശമല്ലേ, എന്റെ മോളുടെ സന്തോഷം കൂടെ നോക്കണം. അവസാനമായിട്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്റെ സമ്മതമുണ്ട്, പക്ഷെ അതേസമയം നീ അവളെ ഒരിക്കലും വിഷമിപ്പിക്കല്ലേ. ഇനിയിപ്പോ നിങ്ങൾ തമ്മിലെ തർക്കം വന്ന് ബ്രേക്കപ്പ് ആകുന്ന അവസ്ഥയിൽ പോയാൽ പോലും നീ അവസാനം വരെ ഹുവാന്റെ കൂടെ പഴയതുപോലെ ഫ്രണ്ട് ആയിട്ടിരിക്കണം. കാരണം ഇതേപോലെ അവൾക്ക് ഇനി ഫ്രണ്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ പോയതിനു ശേഷം അവളുടെ വിഷമങ്ങൾ പറയാൻ വേണ്ടി നിന്നെ പോലെ ഒരു ഫ്രണ്ട് വേണം. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം വന്നാലും അതിനുശേഷം നീ അവളുടെ കൂടെ ഫ്രണ്ട് ആയിട്ട് തന്നെ ഇരിക്കണം. എന്നിന് അച്ഛൻ അവനോട് പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ട് ഇവിടെ പുറത്ത് ഹുവാനെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ജിങ്ഷിയും ഞാൻ ഒരിക്കലും ഹുവാനെ വിട്ടിട്ട് പോകത്തില്ല, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട അങ്കിൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വിഷമിക്കാതിരിക്കാൻ പറയും. അതിനുശേഷം ഇവളുടെ അച്ഛനും എങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡീൽ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പുറത്തേക്ക് വരുമ്പം ഇതേ സമയം ജിങ്ഷിയുടെ അമ്മ ഇതെല്ലാം കേട്ട് കരഞ്ഞോണ്ടിരുന്ന. അതിനുശേഷം അച്ഛൻ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പം ഹുവാൻ അവളുടെ അച്ഛനെ നോക്കി ഇങ്ങനെ വിളിക്കും. അപ്പോഴാണ് അച്ഛനും ഇവളെ നോക്കി ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകും.
ഇതേ സമയം ഇവിടെ സോങ് ആണ് ഇവള് വിദേശത്ത് പോകുന്ന കാര്യം അറിഞ്ഞ് അവൻ ഇവളെ സപ്പോർട്ട് ചെയ്യാൻ പറയും. ഇത് കേട്ട് അവളാണ് സന്തോഷത്തി എങ്കിൽ പിന്നെ സോങ് നീ എന്റെ കൂടെ വിദേശത്ത് വരുന്നു ഏതിന് അവളും ചോദിക്കുമ്പോൾ അവന് ഡോക്ടർ ആയതുകൊണ്ട് ഇനി ഒരു 3-4 വർഷം എനിക്ക് ഇവിടെ തന്നെ പഠിക്കാനാ പ്ലാൻ എന്ന് പറയും. അങ്ങനെ ഇടയ്ക്ക് നിർത്തിയിട്ട് പോകുന്നൊക്കെ അവനെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ശീശിയും എങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ ഇവന് വിദേശത്ത് ജോലി ചെയ്യാൻ പ്ലാൻ എല്ലാം ഉണ്ടെന്ന് ചോദിക്കും. അത് കേട്ട് അവൻ കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവളാണെ അത് മനസ്സിലാക്കിയിട്ട് സോങ് ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചു എന്റെ അമ്മ പറഞ്ഞ് നീ എന്നെ വിദേശത്ത് പോകാൻ സമ്മതിക്കത്തില്ലെന്ന്, പക്ഷെ നീ തലതിരിച്ചാ പറഞ്ഞ എന്നിന് ഇവളും പറയുമ്പോൾ അവന് പഠിക്കാൻ പോകുന്ന നല്ല കാര്യമില്ലെന്ന് പറഞ്ഞ് ഇവൾ എന്ത് ചെയ്താലും അവൻ കൂടെ തന്നെ കാണുന്ന പറയും. പക്ഷെ ഇതേക്കുന്ന ശീശയാണ് ഇവൻ ഇവളെ വിദേശത്ത് പോകാൻ സമ്മതിക്കാതെ അവന്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് പറയാനായിരിക്കും ആഗ്രഹിച്ചത്. അങ്ങനെ അതുകൊണ്ട് അവളും എന്തായാലും നമ്മൾ തമ്മിലുള്ള ലോകം വേറെ എന്നറിഞ്ഞിട്ട് അവന്റെ അടുത്ത് ഇപ്പൊ ബ്രേക്കപ്പ് ചെയ്താലും ചോദിക്കും. ഇത് കേട്ട് സോങ് ആണ് ഇവിടെ ഷോക്കായിരിക്കുമ്പോൾ അവൾ ഇത്രയും ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മളെ തന്നെ മാറ്റിയെന്ന് അറിഞ്ഞ് ഇവ രണ്ടുപേരും സെറ്റാകത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് വിഷമിച്ചിട്ട് ശീശി നീ നിന്നെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, നീ അല്ലേലും എക്സലന്റ് ഏതിന് അവനും പറഞ്ഞു നോക്കുമ്പോൾ ഇവൾ നിനക്കതിനെ കുറിച്ച് മനസ്സിലാകത്തില്ലെന്ന് അറിഞ്ഞ് ഇവന് വേണ്ടി അവൾ കുറെ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് അറിയും. പക്ഷെ അത് കാരണം ഇവൾക്ക് ഇവളെ തന്നെ ഇപ്പം ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഈ ഒരു ജീവിതം അവൾക്ക് മതിയായി എന്ന് പറയുമ്പം ഇവനിപ്പോ ഇവൾ എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് അവനെ മനസ്സിലാകുമെന്ന് അറിയും. കാരണം ഇവളുടെ ലൈഫ് സ്റ്റൈലിൽ ഇവൻ അങ്ങനെ ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ കാര്യമൊക്കെ ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളെങ്കിൽ പിന്നെ നിനക്ക് മനസ്സിലായെങ്കിൽ നമുക്കൊരു ഹഗ് ചെയ്ത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാന്ന് പറഞ്ഞ് അവനെ അങ്ങ് ബ്രേക്കപ്പ് ചെയ്യും. അങ്ങനെ അതിനെ ശിവളാണ് ഈ കാര്യം അവളുടെ അമ്മയെ ഫോൺ വിളിച്ചറിഞ്ഞിട്ട് നിങ്ങളെ പോലെ തന്നെ ഞാനിപ്പം ആ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അമ്മയെന്ന് പറഞ്ഞിട്ട് ഇവളുടെ അമ്മ എങ്ങനെയാണോ ഇവളോട് സ്നേഹം കാണിക്കുന്നത് അതേപോലെ സോങ്ങിനോട് കാണിച്ചെന്ന് ഇവള് മനസ്സിലാക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെയാ ഇവളിപ്പോ ബ്രേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ അതിനുശേഷം സോങ്ങിന്റെ അമ്മയാണ് ഇവന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ അയച്ചു കൊടുത്തിട്ട് ശീശിക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കാണ് ഈ പൈസ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും അവളായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്ന അവന്റെ അമ്മയോട് പറയുമ്പോൾ അവന്റെ അമ്മയെ ഷോക്കായിട്ട് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാന്ന് പറഞ്ഞ് ചോദിക്കും. അതേസമയം സോങ്ങിന്റെ ഒരു കൂട്ടുകാരനകത്തേക്ക് വരുമ്പോൾ ഇവനെ പിന്നെ സംസാരിക്കുന്ന പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം ഇവന്റെ കൂട്ടുകാരനാണ് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ ഞാൻ പാർട്ട് ടൈം പോയി തന്നെ എനിക്ക് ക്ഷീണിച്ചോ എന്ന് പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ ഇതേക്കുന്ന സോങ്ങും അവന് വീട്ടിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ട് അവനെല്ലാം പാർട്ട് ടൈം ജോബ് ഒപ്പിച്ചു തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനും എങ്കിൽ പിന്നെ നമ്മുടെ കോളേജിൽ തന്നെ ഒരു പെങ്കൊച്ച് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന് പെട്ടെന്ന് തന്നെ ഒരു ജോബ് ആ കൊച്ചു ഒപ്പിച്ചു തരും പറയും. അങ്ങനെ അതിനുശേഷം ഇവിടെ ജിങ്ഷിയും ഷൗവയും വിളിച്ചോണ്ട് ഇവൻ ഇതിനുമ്പ് കാണാൻ പോയ കമ്പനിയിലേക്ക് ചെല്ലും. അങ്ങനെ അവന്റെ വെബ്സൈറ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഇവൻ ഇതിനുമ്പ് കോളേജ് വെച്ച് കണ്ട സീനിയർ ആയിരിക്കും ഇവനെ ഈ ജോലിക്ക് റെക്കമെൻഡ് ചെയ്തത്. അതുകൊണ്ട് അവൾക്ക് ഇവർക്കൊക്കെ കൺഗ്രാറ്റുലേഷൻ പറയുമ്പോൾ ജിങ്ഷിയാണ് എങ്കിൽ പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെ നാളെ എനിക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അവളും പറയുമ്പോൾ ജിങ്ഷി എങ്കിൽ പിന്നെ ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ച കുഴപ്പമുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും കുറെ ആൾക്കാരുള്ളത് നല്ലതല്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം ഷൗയാണ് ദേഷ്യത്തി എടാ നാണമില്ലാത്തവനെ നീ എന്തിനാണ് നിന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് അവളോട് പറഞ്ഞത്? കോളേജ് മൊത്തത്തിൽ നീ ഇവളും കൂടെ കപ്പിൾസ് എന്നൊക്കെ പാട്ടായിക്കൊണ്ട് നടക്കുക, പിന്നെ നിന്റെ ഗേൾ ഫ്രണ്ട് ഹുവാനും വിളിച്ചോണ്ട് പോയാ അവള് മൊത്തത്തിൽ അങ്ങ് ദേഷ്യത്തിലാവുക. ഏതിന് ഇവനും പറയുമ്പോൾ ജിങ്ഷിയാണ് ഞെട്ടി പോയിട്ട് എടാ പോടാർക്കാ എനിക്ക് ഇവളൊന്നും ഒരു ബന്ധമില്ല, അവൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ കോളേജ് വെച്ച് എന്നെ കണ്ട, കൂടാതെ ഹുവാൻ അങ്ങനെ താളൊന്നുമില്ല അവളും ജലസാവത്തില്ല. ഏതിന് ഇവനും പറയുമ്പോൾ ഷൗ എങ്കിൽ പിന്നെ നീ തന്നെ കണ്ടറിഞ്ഞോന്ന് പറഞ്ഞിട്ട് അവൻ എന്തായാലും ഈ പാർട്ടിക്ക് വരത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം ജിങ്ഷിയാണ് ഹുവാനും വിളിച്ചോണ്ട് ഇവൾക്ക് ചെലവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ ഷൗ്യ പറഞ്ഞ പോലെ എന്നല്ലാതെ ഇവിടെ സീനിയർ ബെങ്കച്ചും ഹുവാനും കൂടെ നല്ല ഫ്രണ്ട്സ് ആകും. അങ്ങനെ അവരുടെ കുറെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇന്ന് ജിങ്ഷിയാണ് ഇപ്പൊ ഞാൻ മാത്രമല്ല ഇവിടെ ഒറ്റയ്ക്കെന്ന് പറഞ്ഞിട്ട് അവൻ ഇവരെ കണ്ട് ഷോക്കായി നിൽക്കും. അങ്ങനെ കുറെ സമയമായിട്ട് ഇവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജിങ്ഷിയാണ് ഈ ഷൗ്യ പറഞ്ഞ മണ്ടത്തരൊക്കെ വെറും കള്ളാന്ന് പറഞ്ഞിട്ട് അവനും ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഹുവാനും ഷൗ്യ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവനോട് വയ്ക്കുമ്പോൾ ഇവന് മറ്റേ സീനിയറായിട്ട് കഴിക്കാൻ വന്ന പിന്നെ ഇവൾ ജലസായി ദേഷ്യപ്പെടുന്നൊക്കെ അവൻ പറഞ്ഞ കാര്യങ്ങൾ പറയും. അപ്പോഴാണ് ഹുവാനും എങ്കിൽ പിന്നെ ആ സീനിയറായിട്ട് കഴിച്ച നിനക്ക് സന്തോഷമായെന്ന് അറിഞ്ഞ് അവൾ ചുമ്മാ അവനെ കളിയാക്കുമ്പോൾ അവനാണ് പേടിച്ചിട്ട് ഹുവാൻ നിനക്കറിയാല്ലേ ഞാൻ വർക്കാരിയായിട്ട് അവൾക്ക് ചെലവന്നേ അല്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഏതിന് ഇവനും പറയുമ്പോൾ അവളെങ്കിൽ പിന്നെ ഇവൻ ആ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് അവൾ അടുത്ത് ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് തന്നില്ലേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും വീട് വാടകയ്ക്കല്ലേ എടുത്തെന്നുള്ളു അതൊരു ഹെൽപ്പ് അല്ലേ ഹുവാൻ നീ ഇങ്ങനെ ചോദ്യം ചോദിക്കല്ലേ എനിക്ക് പേടിയാന്ന്. ഏതിന് അവനും പറയുമ്പോൾ ഇവളാണ് നിനക്ക് പേടിയാന്നെന്ന് പറഞ്ഞിട്ട് അവനെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവനും എന്ത് പ്രശ്നം വന്നാലും ഞാൻ നീ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ വിശ്വസിക്കുന്ന പറഞ്ഞിട്ട് അവളെ കിസ് ചെയ്യും. അതോടെ അവളാണെന്ന് കാണിച്ചിട്ട് എടാ ജിങ്ഷി എന്തോടെ കാണിക്കുന്നത് പബ്ലിക് പ്ലേസിൽ കിസ് ചെയ്യുന്നു. എന്നിട്ട് അവരും തിരിച്ച് ഹോസ്റ്റലിലേക്ക് ചെന്നോണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ സോങ്ങും പാർട്ട് ടൈം ജോബിന് വേണ്ടി അവന്റെ ഫ്രണ്ട് എന്ന ഗ്രൂപ്പിന്റെ ലീഡറിനെ കാണുമ്പോൾ ഇവിടെ വന്നേക്കുന്ന ഡൂമാൻ ആയിരിക്കും. അതുകൊണ്ട് അവരും നീ ആയിരുന്നെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഇപ്പൊ സമാനിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇവളെങ്ങനെ ഗ്രൂപ്പൊക്കെ റെഡിയാക്കെന്ന് പറഞ്ഞ് അവളോട് വയ്ക്കുമ്പോൾ അവൾ ഇവിടെ വന്നതിന് ശേഷം ഇവൾക്ക് കുറെ ജോലി കിട്ടാൻ പാടുപെട്ടേന്ന് അറിയും. അതിനുശേഷം എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പൊ ഇവളെല്ലാവർക്കും കൂടെ ഇങ്ങനെ ഈസി ആയിട്ട് ജോലി ലഭിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ഇവൻ ഇപ്പൊ ഇതിനെ ജോലിയും ചോദിക്കുമ്പോൾ അവന് പഠിച്ചിറങ്ങുന്ന മുമ്പേ കുറച്ച് പൈസ കൈ വെച്ചേക്കാനാന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഒരു പയ്യനെ പഠിപ്പിക്കാൻ വേണ്ടി നീ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിക്കുമ്പോൾ അവന് പോകാൻ പറയും. അങ്ങനെ അതിനുശേഷം അവൾ എങ്കിൽ പിന്നെ ഇവള് ലൈബ്രറിയിൽ നിന്ന് പഠിക്കാൻ പോകുന്ന പറഞ്ഞ് അവന് പോകാൻ പറയുമ്പോൾ ഇവന് ഞാൻ ലൈബ്രറി അടയ്ക്കുന്നവരെ ഇവിടെ നിന്ന് പോകത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവരുടെ ഒരുമിച്ച് ഇപ്പൊ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹുവാനാണ് അവൾ
അവൾ ലാബിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവളുടെ പ്രൊഫസറിനെ ചെന്ന് കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവളുടെ സീനിയർ ടിങ്ഷി അവിടെ ഇരിക്കുന്നതാണെന്ന്. അപ്പോഴാണ് അവൻ ഇവളെ കണ്ടിട്ട് ഹുവാൻ നീ ആയിരുന്നു, പ്രൊഫസർ എന്നോട് പറഞ്ഞായിരുന്നു ഒരു ജൂനിയർ ഫയൽസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന്, എങ്കിൽ പിന്നെ അതെങ്കിൽ തന്നേക്ക് ഞാൻ കൊടുത്തേക്കാം. ഏതിന് ഇവനെ വാങ്ങിച്ചു ചോദിക്കുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഇവൻ ഈ ലാബിലാണോ വർക്ക് ചെയ്യുന്നത് ചോദിക്കും. അപ്പോഴാണ് അവനും ഞാൻ ഈ പ്രൊഫസറിന്റെ താഴെ വർക്ക് ചെയ്യുന്നത്. എന്തിന് അവനും പറയുമ്പം ഇവളെങ്കിൽ പിന്നെ നീ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. കാരണം ഇതേ പ്രൊഫസറിന്റെ താഴെ വർക്ക് ചെയ്യാൻ വേണ്ടിയാ അവൾ ഇവിടേക്ക് വന്ന്. അങ്ങനെ അതിനുശേഷം ജിങ്ഷി കമ്പനിയുടെ അടുത്തുള്ള ഒരു വീട് വാടകയ്ക്ക് എടുത്തോണ്ട് അവന്റെ സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് മാറ്റി വെച്ചോണ്ടിരിക്കും. അങ്ങനെ ഹുവാൻ അവനെ സഹായിച്ചോണ്ടിരിക്കുമ്പം അവന് കുറെ സമയമായിട്ട് ജോലി ചെയ്തോണ്ട് അവന് മടുത്തോയെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഹുവാനാണെ കളിയാക്കിക്കൊണ്ട് ഒന്ന് പോടെ ഇറക്കാം, ജസ്റ്റ് 1 മണിക്കൂർ ആയതേ ഉള്ളൂ. ഏതിന് അവളും പറഞ്ഞിട്ട് സമയം നോക്കുമ്പം ഇവന്റെ ക്ലോക്കിലെ സമയം തെറ്റായിരുന്നു. അതുകൊണ്ട് അവളാണ് ദേഷ്യത്തി എടാ രാത്രി 11 മണിയായടാ, നീ മനഃപൂർവ്വം സമയം കുറച്ച് വെച്ചാണോ ജിങ്ഷി. ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ഒന്ന് പോയിറങ്ങി, ഈ ക്ലോക്ക് എപ്പോഴാണ് നിന്ന് എനിക്ക് പോലും അറിയത്തില്ല, ബെസ്റ്റ് ഇതിനകത്ത് ബാറ്ററി ഇല്ല. ഏതിന് അവനും പറയുമ്പം ഇവളെങ്കിൽ പിന്നെ ഹോസ്റ്റലിൽ ഇപ്പം അടച്ചാണ്, ഞാനിപ്പോൾ എന്തോ ചെയ്യാമെന്നും ചോദിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ പോകണ്ട ഇവിടെ തന്നെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കിടക്കാനൊക്കെ ബെഡ് ഉണ്ടെന്ന് അറിയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവൻ എവിടെ കിടക്കാമോന്ന് ചോദിക്കുമ്പം അവന് ഞാൻ ഉറങ്ങത്തില്ലെന്ന് അറിയും. കാരണം രാത്രി ഫുള്ളും അവൻ ഇവിടെ നിന്ന് കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പോവുക. അങ്ങനെ അതുകൊണ്ട് ഇവളെ ചെന്ന് ആദ്യം ഫ്രഷ് ആകാൻ പറയുമ്പം അവളും കുറച്ച് ടെൻഷനായിട്ട് ആദ്യം കുളിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. Look at me sometimes like all you want to do is run